കമ്പാരിറ്റീവ്ലി സെർവൈക്കൽ ക്യാൻസർ കേരളത്തിൽ കുറവാണെങ്കിൽ പോലും അതൊരു ഹൈലി മോർബിഡിറ്റി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വാക്സിൻ രണ്ടെണ്ണേ നമുക്കിപ്പോൾ അവൈലബിൾ ആയുള്ളൂ. സ്മോക്കിംഗ് എന്ന് പറയുന്നതാണ് കംപ്ലീറ്റ് നോ. ടുബാക്കോ നമ്മളിപ്പം ബാൻ ചെയ്യാമെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു 50 വർഷം കഴിയുമ്പം ഈ ക്യാൻസർ ഇൻസിഡൻസ് നേരെ 50% ആയിട്ട് ചുരുക്കും. ബേസിക്കലി നമ്മൾ ക്യാൻസറായിട്ട് നോക്കുകയാണെങ്കിൽ കോളൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ ഒക്കെ കൂടുതലാണെന്ന് നമ്മൾ കണ്ടത്. നമ്മുടെ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്, അത് പ്രോപ്പറായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഡയബറ്റീസ് ആയിട്ട് മാറും. ക്രോണിക് ഇൻഫ്ലമേഷൻ്റെയും അൾട്ടിമേറ്റ് ഇവൻ ലീഡ്സ് ടു ക്യാൻസർ. വായിലെ ക്യാൻസറും തൊണ്ടയിലെ ക്യാൻസറും മാത്രമല്ല, പല ക്യാൻസറുകൾക്കും കാരണം അൾട്ടിമേറ്റ്ലി ഈ ടുബാക്കോ എക്സ്പോഷറാണ്. നമ്മൾ പലപ്പോഴും ആൾക്കാർക്ക് ഓർമ്മയിൽ നിൽക്കുന്ന അവരുടെ അടുത്തുണ്ടായ ഏറ്റവും ബാഡായിട്ടുള്ള ഇൻസിഡൻ്റ് ആണ്. അവിടെ ഒരു 100 പേര് ജീവൻ രക്ഷിച്ചിട്ടുണ്ടാവണം, അതിവർ അറിയുന്നില്ല. പിന്നെ ക്യാൻസർ കോശങ്ങൾക്ക് ഭക്ഷണം വേണമെന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാതിരുന്നാൽ മതി. സ്പെസിഫിക്കായിട്ട് പറഞ്ഞാൽ ഷുഗർ കട്ട് ചെയ്യൂ, ക്യാൻസർ കോശങ്ങൾ പോകും എന്നുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നോർമൽ കോശങ്ങൾ തന്നെ ജീവിക്കുന്ന ഈ ഷുഗറിലാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ യാതൊരുവിധ കൺട്രോളും ഉള്ളതല്ല. അതുപോലെ തന്നെ നമ്മൾ ഈ കൊതുക് തിരി ഇപ്പം അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഉള്ള മെഷീൻസും ആ കമ്പനികളൊക്കെ പറയുന്നത് ഈ കൊതുക് തിരിയുടെ പുക ഒരു വില്ലനാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി മുതൽ നമുക്കൊരു ലങ് ക്യാൻസർ ലെവലിൽ വരെയൊക്കെ നമ്മൾ വായിച്ചും കണ്ടും കേട്ടിട്ടുണ്ട്. കൊതുക് തിരി ഒരു വില്ലനാണോ? കൊതുകുതിരി നമ്മൾ ഈ ക്ലോസ്ഡ് റൂമിലൊക്കെ നമ്മളത് ഹെൽത്തിന് നല്ലതല്ല. വെച്ചാൽ നമുക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാക്കാം, ലങ് ഇറിറ്റേഷൻ, ഈ പറഞ്ഞ പോലെയുള്ള. പക്ഷേ ഇതുവരെ കാർസിനോജനിക്, അതായത് ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ടല്ല, പക്ഷേ ഒരു റെസ്പിറേറ്ററി ഇറിറ്റൻ്റാണ് സാധനം. അതുകൊണ്ടൊരു ക്ലോസ് റൂമിൽ സ്ഥിരമായി ഇത് കത്തിച്ച് വെച്ച് കിടക്കുന്നത് ശരിയല്ല. നമ്മൾ വേറെ ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് നോക്കുന്നതാണ് ഓൾവേസ് നല്ലത്. ഇപ്പോൾ സിനിമ കാണുന്നവർക്ക് എപ്പോഴും, ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പോലും മറ്റേ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ ആ ഒരു മെസ്സേജ് പോകില്ല. എന്തുമാത്രമാണ് ഈ ടൊബാക്കോ അതല്ലെങ്കിൽ സ്മോക്കിംഗ് പോലത്തെ എലമെൻറ്റ്സ് ഇതിനൊരു ട്രിഗറിങ് ഫാക്റ്റ് ആവുന്നത് ക്യാൻസർ? സ്മോക്കിംഗ് എന്ന് പറയുന്നതാണ് കംപ്ലീറ്റ് നോ നമ്മൾ ചെയ്യേണ്ട ഒരു സാധനം. ടുബാക്കോ, സ്മോക്കിംഗ് മാത്രമല്ല ടുബാക്കോ, നോ ടു ടുബാക്കോ എന്നുള്ളതാണ്. അത് നമ്മൾ ഒരു രീതിയിലും അതിനുള്ള നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ, നമ്മൾ ടുബാക്കോ നമ്മളിപ്പം ബാൻ ചെയ്യാമെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ടുബാക്കോ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റണം. കാരണം ഒരാൾ ഉപയോഗിക്കാതിരുന്നാൽ പോരാ, കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയാൽ ഒരു 50 വർഷം കഴിയുമ്പം ഈ ക്യാൻസർ ഇൻസിഡൻസ് നേരെ 50% ആയിട്ട് ചുരുങ്ങും. അതായത് അപ്പം മനസ്സിലാക്കുക, ഈ വായിലെ ക്യാൻസറും തൊണ്ടയിലെ ക്യാൻസറും മാത്രമല്ല, പല ക്യാൻസറുകൾക്കും, മിക്കവാറും ഉള്ള പല ക്യാൻസറുകൾക്കും കാരണം അൾട്ടിമേറ്റ്ലി ഈ ടുബാക്കോ എക്സ്പോഷറാണ്. അപ്പോൾ അതുകൊണ്ട് ടുബാക്കോ ഇസ് ദ നമ്പർ 1 കോസ് ഫോർ ക്യാൻസർ, നോൺ കോസ് ഫോർ ക്യാൻസർ. സോ നമുക്കറിയാം ഈ ഒരു ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അത് തന്നെ ഒരു പ്രശ്നമാണ്. പക്ഷെ ഒരുപാട് റിലേറ്റഡ് കണ്ടീഷൻസും ആ വ്യക്തികളിൽ കാണാറുണ്ട്. ഒരു ക്യാൻസർ സാധ്യത എന്തുമാത്രമാണ് ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന്? ഡയബറ്റീസ് ഒരു സിസ്റ്റമിക് ഡിസീസാണ്. പലരും തന്നെ നമ്മൾ സാധാരണക്കാർ പറയുന്നത് വെച്ചാൽ മദർ ഓഫ് ഇൽനെസ് എന്ന് പറയുന്നത്. കാരണം പല അസുഖങ്ങൾക്കും കാരണം ഇതാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി നമ്മൾ ക്യാൻസറായിട്ട് നോക്കുകയാണെങ്കിൽ ചില ക്യാൻസറുകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഡയബറ്റീസ് ഉള്ളവർക്ക് കോളൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ ഒക്കെ കൂടുതലാണെന്ന് നമ്മൾ കണ്ടത്. കാരണം ഇങ്ങനെയാണ്, അതായത് ഈ ഡയബറ്റീസ് വരുമ്പോഴത്തേക്കും മൾട്ടി ഫാക്ടോറിയലാണ്. ഇത് നമ്മുടെ ഹൈ ഷുഗർ ഉള്ളപ്പം ഈ എൻ ഗ്ലൈക്കേഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ സാധനത്തിലും ഈ ഗ്ലൂക്കോസ് കയറി റിയാക്ട് ചെയ്ത് അതിൻ്റെ പ്രോഡക്ട്സ് ഉണ്ടാകും. അത് നമ്മൾ എൻ ഗ്ലൈക്കേഷൻ പ്രോഡക്ട്സ് ആണ്. അത് നമ്മുടെ ശരീരത്തിന് ടോക്സിക്കാണ്, പലപ്പോഴും അത് കാർസിനോജനിക്കായിട്ട് മാറും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഇൻസുലിൻ, നമ്മൾ എല്ലാവരും വിചാരിക്കും ഡയബറ്റീസിന് ഇൻസുലിൻ ഇല്ലായ്മയാണ്. ഇൻസുലിൻ ഇല്ലായ്മയല്ല, നമ്മുടെ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്, പക്ഷേ അത് പ്രോപ്പറായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഡയബറ്റീസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ബേസിക്കലി ഈ ഹൈ ഷുഗർ ഉള്ളവർക്ക് എല്ലാവർക്കും ഹൈപ്പർ ഇൻസുലിനീമിയാണ്, അതായത് ഇൻസുലിൻ കൂടുതലാണ്. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രോത്ത് പ്രൊമോട്ടിങ് ഹോർമോണാണ്. അപ്പോൾ അതനുസരിച്ച് ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഉള്ള വളരാനുള്ള ഈ സിഗ്നൽ കിട്ടും. അപ്പോൾ അത് ഒരു ഈ ക്യാൻസർ സെൽ ഉണ്ടെങ്കിലും അതുണ്ടാവും. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഈ ഹൈ ഷുഗർ വരുമ്പോഴത്തേക്കും നമുക്കൊരു ജനറലൈസ്ഡ് ഇൻഫ്ലമേഷൻ, ക്രോണിക് ഇൻഫ്ലമേഷൻ. നമുക്ക് ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയയിലെ ഒരു താരം വാക്കാണ് ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള രീതി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ ക്രോണിക് ഇൻഫ്ലമേഷനും ഈ ഡയബറ്റീസിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ്. അപ്പോൾ ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ്റെയും അൾട്ടിമേറ്റ് ഇവൻ ലീഡ്സ് ടു ക്യാൻസർ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡയബറ്റിക് ആളുടെ ഈ ഗട്ട് മൈക്രോബയോമാണ്, അതും ഒരു താരമാണ്. അതിനും ഒത്തിരി ഓൾട്ടറേഷൻസ് വരും ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ പല കാരണങ്ങളാണ്. ഈ ഹൈ ഷുഗർ കണ്ടൻറ്റ്, അവിടുത്തെ ബാക്ടീരിയ ഓൾട്ടറേഷൻസ് ഒക്കെ, അതും കോളൻ ക്യാൻസറിലേക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡയബറ്റീസ് ഉള്ളവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ക്യാൻസർ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ കോസിങ് ഫാക്ടേഴ്സിനെ പറ്റിയിട്ടൊക്കെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മിത്സ് ഒക്കെ ചർച്ച ചെയ്തു. ഇനി കുറച്ച് എന്താ പറയുക, പ്രിവെൻഷൻ എന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ കറങ്ങി നടക്കുന്നത് കുറച്ച് പണ്ട് മുതലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ
അത് ആരോഗ്യത്തിന് നല്ലതാണ്, അല്ലെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കുറയ്ക്കും എന്നൊക്കെ. അതിൽ എന്തെങ്കിലും വസ്തുത? അങ്ങനെ ഇങ്ങനെ സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, അല്ലെങ്കിൽ പിന്നെ നാരങ്ങ വെള്ളത്തിലൊഴിച്ചോ അല്ലെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് കുടിക്കുക, അങ്ങനെയുള്ള യാതൊരുവിധ സൂപ്പർ ഫുഡും ക്യാൻസർ പ്രിവെൻറ്റിംഗ് ആയിട്ട് നമുക്കില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഈ നോർമൽ, നമ്മൾ സാധാരണ കേരള ഫുഡ് നോർമൽ ഡയറ്റ് കഴിക്കുക. അവിടെ കഴിയുന്നത്ര എന്താ പറയുക, റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുക. അതായത് ഇപ്പോൾ ചോറ് എടുക്കുകയാണെങ്കിൽ കുത്തിരി കഴിക്കുക, പോളിഷ്ഡ് ആക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ മീറ്റ് കഴിക്കാനാണെങ്കിൽ അവനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത മീറ്റ്, അതായത് ഇപ്പം നമ്മൾ അതിനെ കൂടുതൽ വറുത്തും പൊരിച്ചും ഒക്കെ ആക്കാതിരിക്കുക. നമ്മൾ സാധാരണ കഴിയുന്നത്ര കറി വെച്ച് കഴിക്കുക. ഇപ്പം മീറ്റാണെങ്കിൽ പ്രോസസ്ഡ് മീറ്റ്, നമ്മുടെ ഇപ്പോഴത്തെ ഹരമായ നമ്മുടെ പിള്ളേരുടെ എല്ലാവരുടെയും ബർഗർ അല്ലെ അതിൻ്റെ അകത്തിരിക്കുന്ന പാറ്റി ഇല്ലേ, അതായത് ഒരു ഏറ്റവും വലിയ പ്രോസസ്ഡ് മീറ്റാണത്. അതാണ് ഒരു ക്യാൻസർ കോസിങ് എന്ന് നമുക്ക് പറയാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുപോലെ മീറ്റിനെ പിന്നെ ബീക്കൺ, സോസേജ്, അങ്ങനെയൊക്കെ മീറ്റിനെ പ്രോസസ്സ് ചെയ്യാതെ മീറ്റിനെ കഴിയുന്നതും കറി വെച്ച് കഴിക്കുക. പിന്നെ ധാരാളം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ ഒരു നോർമൽ കേരള ഡയറ്റ് തന്നെയാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അല്ലാതെ ഇങ്ങനെ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു നോ മാജിക് ഫുഡ്. അപ്പോൾ ഒരു കാര്യം, ഇപ്പം നമ്മൾ പ്രോസസ്ഡ് മീറ്റിൻ്റെ കാര്യം പറഞ്ഞു. സോ വെജിറ്റേറിയൻസ് എന്തെങ്കിലും തരത്തിൽ ഈ ഒരു ക്യാൻസർ സാധ്യതയിൽ നിന്ന് സേഫ് ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗുജറാത്തിലോ രാജസ്ഥാനിലോ ഒന്നും ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടേ ഉണ്ടാകാൻ പാടില്ല. ഞാൻ പഠിച്ച ഗുജറാത്ത് ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതാണ് ഏറ്റവും വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻസിൽ അങ്ങനെ വെജിറ്റേറിയൻസിന് ക്യാൻസർ വരാതിരിക്കാം, അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻസിന് ക്യാൻസർ വരും, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നുമില്ല. നമ്മൾ മൾട്ടി ഫാക്ടോറിയലാണ് ഈ ക്യാൻസർ വരുന്നത്. ബട്ട് നമ്മളുടെ ഡയറ്റിൽ കൂടുതൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തുന്നത് ക്യാൻസർ സാധ്യത കുറയ്ക്കും എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ഫ്രൂട്ട്സും അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ തന്നെ 2 തരത്തിലുണ്ട്. നാടൻ പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് കുറച്ച് വില കൂടുതൽ, ഈവൻ കോഴിമുട്ട പോലും അങ്ങനെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ നോക്കി വാങ്ങിച്ചാൽ നമ്മൾ എന്തെങ്കിലും തരത്തിൽ സേഫാണോ, കുറച്ച് പൈസ ചിലവാക്കിയാലും? ഈ ഓർഗാനിക് ഫുഡ് എന്ന് പറയുന്നത് അതൊരു നമ്മുടെ എന്താ പറയുക, അതൊരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ്. നമുക്ക് അതിൻ്റെ അകത്ത് കൂടുതൽ എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മളിവർ പറയുന്നത് ഇവിടെ രാസവളം ചേർത്തിട്ടില്ല, അതാണ് ഇവരുടെ ഒരു ക്ലെയിം. രാസവളം എന്ന് പറഞ്ഞാലും ജൈവവളം എന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ചെടി അതിൻ്റെ അകത്ത് നിന്ന് ആവശ്യമായിട്ട് എടുക്കുന്ന അതിൻ്റെ അകത്ത് പൊട്ടാസ്യം, നൈട്രജൻ തുടങ്ങിയ ആ ബേസിക് എലമെൻറ്റ്സ് ആണ്. അത് നമ്മൾ രാസവളമായിട്ട് ഇട്ട് കൊടുത്താലും എന്താ പറയുക ജൈവവളമായിട്ട് ഇട്ട് കൊടുത്താലും സെയിം തന്നെയാണ് ചെടി എടുക്കുന്നത്. ചെടിക്ക് അതിനെ ഒരു ഡിഫറൻസിയേഷൻ ഒന്നുമില്ല. പിന്നെ നമുക്ക് മലയാളിക്ക് കെമിക്കൽ എന്ന് പറഞ്ഞൊരു പേടിയാണ്. ആ ഒരു കെമിക്കൽ നേട്ടം എന്താ, പക്ഷേ ഈ ലോകത്ത് കെമിക്കലല്ലാത്ത ഒരു സാധനമില്ല. നമ്മൾ തന്നെ ഒരു ലീവിങ് കെമിക്കൽ ഫാക്ടറിയാണ്. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ കെമിക്കൽസ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരുടെ ആ പേടിയെ മുതലെടുക്കുകയാണ്. ഇത് ജൈവവളം ഇട്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യമില്ല. കാരണം ചെടിക്ക് ഇത് ജൈവമാണോ കിട്ടിയത്, ഇവിടുന്ന് FACTയുടെ NPK മിക്സറായിട്ട് വന്നാണെന്നൊന്നും ചെടിക്ക് യാതൊരു വ്യത്യാസമില്ല. പിന്നെ ഉള്ളത് കീടനാശിനി. കീടനാശിനി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള, അത് തളിക്കേണ്ട സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. പിന്നെ ഈ ജൈവ കീടനാശിനിയാണെങ്കിൽ പോലും അതും വിഷമാണ്. നമ്മുടെ പുകയില കഷായമൊക്കെയാണ് അടിക്കുന്നത്. പുകയില നമുക്കറിയാലോ എത്രമാത്രം ടോക്സിക് ആണെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഈ നീമിൻ്റെ വേര് ജ്യൂസ്, അതെല്ലാം ടോക്സിൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മുടെ മനസ്സിന് ടോക്സിൻ അല്ല എന്ന് തോന്നുന്ന ഒരു സാധനം ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാതെ ഈ ജൈവവും ഇതുമായിട്ടൊന്നും യാതൊരു വ്യത്യാസമില്ല. യെസ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഭയങ്കര ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ വേഗൻ, അതുപോലെ തന്നെ പുതിയ ഡയറ്റിലാണെങ്കിൽ പുതിയ പുതിയ തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുന്നു. എന്തുമാത്രമാണ് നമ്മൾ ഈ ശരീരത്തിൽ പരീക്ഷണങ്ങൾ നടത്തുന്നത് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ. ഇപ്പോൾ പട്ടിണി കിടന്നാൽ ക്യാൻസർ കോശങ്ങൾ ഇല്ലാതായി പോവും എന്നൊക്കെ അതൊരു മിത്താണ്. അതായത് ക്യാൻസർ കോശങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഷുഗർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഷുഗർ കട്ട് ചെയ്യൂ ക്യാൻസർ കോശങ്ങൾ പോവും എന്നുള്ള രീതിയിലാണ്. അതും ഒരു തെറ്റായ ചിന്താഗതികളാണ്. നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നോർമൽ കോശങ്ങൾ തന്നെ ജീവിക്കുന്ന ഈ ഷുഗറിലാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. ക്യാൻസർ കോശങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, നമ്മുടെ ശരീരത്തിൻ്റെ യാതൊരുവിധ കൺട്രോളും ഉള്ളതല്ല. ഇപ്പം ഇപ്പം ഇവൻ ഷുഗറാണ് വലിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചു. ഈ ഒരു ക്യാൻസർ കോശങ്ങൾ നമ്മുടെ തൊട്ടടുത്ത നോർമൽ സെല്ലിന് ഷുഗർ എടുക്കാനേ അറിയത്തുള്ളൂ. അപ്പോൾ അവരൊരു സിറ്റുവേഷൻ എത്തുകയാണ്, ഇതേ ഷുഗർ വരുന്നില്ല. അപ്പം തന്നെ അവൻ സ്വിച്ച് ചെയ്യും, വേറെ അടുത്ത ഓൾട്ടർനേറ്റീവ് മെക്കാനിസം കണ്ടുപിടിക്കും. ഫാറ്റ് എടുത്ത് വെച്ച് നമുക്ക് പരിപാടി ഓടിക്കാതാണ്. പക്ഷേ പാവം നമ്മുടെ നോർമൽ സെല്ലിന് ഇതേ അറിയത്തുള്ളൂ തരും. അപ്പോൾ എന്താ സംഭവിക്കുക, അൾട്ടിമേറ്റ്ലി നമ്മുടെ നോർമൽ സെൽസ് ആണ് സഫർ ചെയ്യുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും, നമ്മൾ ക്യാൻസറിന് കീഴ്പ്പെട്ടു പോകും. അപ്പോൾ ഇതൊക്കെ വെറും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് അതൊക്കെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ്. ഈ എല്ലാ കാലവും
എന്തെങ്കിലും പുതിയൊരു പ്രൊഡക്റ്റ് സോഷ്യൽ മീഡിയയിൽ റീലായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം അതിന് പുറകെയാണ്. അതുപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു B17 അങ്ങനെ ഒരു സംഭവം. വൈറ്റമിൻ ഉണ്ടെന്നില്ല. ആ B17 എന്ന് പറഞ്ഞൊരു വൈറ്റമിനേ ഇല്ല. ബി കോംപ്ലക്സ് അതൊരു വൈറ്റമിൻ. അതാണ് പഠിച്ചതിൽ അത് ആ നമ്പർ ഇല്ലല്ലോ. B17 എന്ന് പറഞ്ഞൊരു വൈറ്റമിൻ ഇല്ല. ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മാർക്കറ്റിംഗ് തന്ത്രമാണ്. വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ B17 വൈറ്റമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറിനുള്ള ചികിത്സയായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിഗ്ദാലിൻ എന്ന് പറഞ്ഞൊരു ഒരു കെമിക്കലാണിത്. അതായത് നമ്മുടെ ഈ ബിറ്റർ ആൽമണ്ട് എന്ന് പറഞ്ഞാൽ കയ്പുള്ള ഈ നമ്മുടെ ആൽമണ്ടില്ലേ, അത് പിന്നെ ഈ മറ്റേ ആപ്രിക്കോട്ട് തുടങ്ങിയ ഇതിൻ്റെയൊക്കെ കുരുവില്ലേ, അതിലുള്ള ഒരു തരം വിഷാംശമാണിത്. അല്ലാതെ ഇതൊരു വൈറ്റമിൻ ഒന്നുമല്ല. അപ്പോൾ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി B17 എന്നും പറഞ്ഞ് അവർ ഇറക്കിയെന്നേ ഉള്ളൂ. അതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഈ കുരുവിൻ്റെ അകത്ത് ഇത് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വെച്ച് ഹൈഡ്രജൻ സയനൈഡ്, അറിയാലോ, സയനൈഡ് ഉണ്ടായാൽ നമുക്ക്, അപ്പോൾ നമുക്ക് ടോക്സിക് ആണത്. അതൊക്കെ വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇറക്കുന്ന ഓരോ കാലാകാലങ്ങളിൽ സോഷ്യൽ മീഡിയ ഇറക്കുന്ന സംഭവം മാത്രം. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഒരു മെഡിക്കൽ ഇതിലേക്ക് പോവാണ്. ഇപ്പം നമുക്കറിയാം ഒരുപാട് ക്യാൻസേഴ്സ് പ്രിവെൻറ്റബിൾ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ വാക്സിൻസ് ഉണ്ട്. എന്തുമാത്രമാണ് ഒരു പ്രോപ്പർ സ്ക്രീനിങ് അല്ലെങ്കിൽ ഒരു വാക്സിനേഷനൊക്കെ നമ്മൾ മലയാളികൾക്കിടയിൽ കോമൺ ആയിട്ടുള്ളത്? ഇപ്പോൾ ഒരു പ്രത്യേകത എടുത്ത് തന്നെ സെർവൈക്കൽ ക്യാൻസറിൻ്റെ വാക്സിനേഷൻ ഡ്രൈവൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു ക്യാൻസറിനെ പറ്റി പലരും ആദ്യമായിട്ടാണ് ഒരു പക്ഷെ ആ ഒരു ക്യാമ്പയിനിലൊക്കെയാണ് കേൾക്കുന്നത്. കമ്പാരിറ്റീവ്ലി സെർവൈക്കൽ ക്യാൻസർ കേരളത്തിൽ കുറവാണെങ്കിൽ പോലും അതൊരു ഹൈലി മോർബിഡിറ്റി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അതേപോലെ തന്നെ ഇപ്പം നമുക്കത് വാക്സിൻ വഴി ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് റഷ്യൻ വാക്സിൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചികിത്സക്കുള്ള വാക്സിൻസ് ആണ്. പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വാക്സിൻ രണ്ടെണ്ണമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയുള്ളൂ. ഒന്ന് ഈ സെർവൈക്കൽ, അതായത് ഗർഭാശയ മുഖ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള വാക്സിനായ HPV വാക്സിനും, പിന്നെ ലിവർ ക്യാൻസർ തടയാനായിട്ട് ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറഞ്ഞ വൈറൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള വാക്സിൻ. ഇത് രണ്ടെണ്ണമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഈ HPV വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ മാത്രമല്ല, വജൈനൽ ക്യാൻസർ, വൾവൽ ക്യാൻസർ, അതുപോലെ തന്നെ ഓറൽ ക്യാവിറ്റിയിൽ വരുന്ന പല ക്യാൻസറുകളും നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം റെക്കമെൻഡ് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്കും ഈ HPV വാക്സിൻ, അതായത് ബിഫോർ ഫസ്റ്റ് സെക്ഷൽ എക്സ്പോഷർ എന്നാണ്. അതായത് ഈ HPV എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് വൈറസ് ആണ്. അപ്പം അത് സെക്ഷൽ ആക്ടിവിറ്റി കഴിയുമ്പോഴേ അത് കോണ്ടാക്ട് ചെയ്യത്തുള്ളൂ, അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടി അതിന് മുമ്പ് ഈ വാക്സിൻ കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ അഡolescent ആൾക്കാർക്ക് ഈ വാക്സിൻ കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പ്രിവെൻറ്റീവ് സ്ട്രാറ്റജിയാണ്. ഇപ്പം നമ്മുടെ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് ഉൾപ്പെടെ അത് വന്നിട്ടുണ്ട്. എല്ലാവരും അത് എടുക്കണം. നമ്മുടെ ഇപ്പോഴല്ല അതിൻ്റെ എഫക്റ്റ് ചെയ്തത്, ഒരു 50 വർഷം കഴിയുമ്പോഴാണ് ആ സമയത്ത് ഈ നമ്മളിപ്പോൾ നമ്മുടെ പല അസൂയൊക്കെ പോയ പോലെ ഈ ഒരു ക്യാൻസറിൽ ഒരു ക്യാൻസർ പഠിക്കാൻ തന്നെ ഉണ്ടാവില്ല. കാരണം അത് നമ്മുടെ കേരളത്തിൽ ഇല്ല എന്ന് വരാൻ പറ്റും. ഇപ്പം നമുക്ക് ഈ ഒരു വാക്സിനേഷൻ ഇപ്പം ഡോക്ടർ പറഞ്ഞു ആ ഒരു ഫസ്റ്റ് സെക്ഷൽ എക്സ്പോഷറിന് മുമ്പേ ആണ് ഐഡിയൽ ടൈം. പക്ഷേ ഇപ്പോൾ എന്ന് പറയാൻ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ സെക്ഷുവലി ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും നമ്മളൊരു 25 വയസ്സ് വരെയൊക്കെ നമ്മളത് എടുക്കാമെന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമുക്കത് കൺസൾട്ട് ചെയ്യാം ഡോക്ടറായിട്ട്. നമ്മുടെ HPV സ്റ്റാറ്റസ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് വാക്സിനേഷൻ കൊണ്ട് ഗുണമുണ്ടോ നോക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ എപ്പോഴും ഒരു എന്താ പറയുക ഫിയർ ഫാക്ടറായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. പലപ്പോഴും ക്യാൻസറിനെ പേടിക്കണ്ട, അതിൻ്റെ കീമോനെയാണ് പേടിക്കേണ്ടത് എന്ന് പറയാറുണ്ട്. എന്തുമാത്രമാണ് നമ്മളുടെ ശരീരത്തിന് ലൈക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നൊരു? ഒരിക്കലും ഇല്ല. കാരണം നമ്മുടെ കീമോതെറാപ്പി, നല്ല കീമോതെറാപ്പികൾ വന്നതിന് ശേഷമാണ് നമ്മുടെ ക്യാൻസർ സർവൈവൽ, അതായത് ക്യാൻസർ കൊണ്ടുള്ള ആൾക്കാരുടെ മരണനിരക്ക് വല്ലാതെ കുറഞ്ഞു പോയത്. അപ്പോൾ ഒരു റീസെൻ്റ്ലി നമ്മളൊരു 25-30 അല്ല ഒരു 50 ഇയേഴ്സ് കൊണ്ടാണ് ഇത്രയും വ്യത്യാസം വന്നത്. അപ്പോൾ നമുക്ക് ഒരു രീതിയിലും കീമോതെറാപ്പിയെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പലപ്പോഴും ആൾക്കാർക്ക് ഓർമ്മയിൽ നിൽക്കുന്ന അവരുടെ അടുത്തുണ്ടായ ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അവരുടെ മനസ്സിൽ അതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റ് നിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റിനോടൊപ്പം അവിടെ ഒരു 100 പേര് ജീവൻ രക്ഷിച്ചിട്ടുണ്ടാവും, അതിവരെ അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എന്താ പറയുക, നമ്മൾ ആ ഒരു ബയാസാണത്, നമ്മുടെ ഒരു കൺഫർമേഷൻ ബയാസ് എന്നൊക്കെ നമ്മൾ പറയാൻ. അതായത് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ആ കാണുന്ന ആ ഒരു ഇൻസിഡൻറ്റ് മാത്രം നമ്മൾ ഓർത്ത് വയ്ക്കും, ബാക്കിയൊന്നും നമ്മൾ ഓർക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് കീമോതെറാപ്പി ഒരു ബാഡ് സംഭവമാണെന്നുള്ളൊരു ഇമ്പ്രഷൻ നമ്മളും സൃഷ്ടിക്കും, നമ്മൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞും കൊടുക്കും. അതുകൊണ്ട് അല്ലാതെ കീമോതെറാപ്പി ഒരു രീതിയിലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ പറഞ്ഞതുപോലെ റെയർ ഇൻസിഡൻസ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സേഫാണ് കീമോതെറാപ്പി. ഇപ്പോൾ നമുക്ക് പല ക്യാൻസറുകൾ നമുക്കറിയാം സർജറി ഈസ് എൻ ഓപ്ഷൻ. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ സർജറി എന്ന് പറയുന്നത് നമുക്കൊരു പേടിയുള്ള, കഴിവെടുത്തോളം തള്ളി നീക്കി കൊണ്ടുപോകാൻ നമ്മളെ മനസ്സ് പറയുന്ന ഒരു സംഭവമാണ്. എന്തുമാത്രമാണ് നമുക്ക് ആ ഒരു ടൈം ഇമ്പോർട്ടൻ്റ് ആയിട്ട്? ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റേജസ് മാറി മാറി വരും. അപ്പോൾ അത് ഓരോ ക്യാൻസറും വ്യത്യാസമാണോ? ഒരു സർജറി അഡ്വൈസ് ചെയ്ത പേഷ്യൻറ്റ്
ടൈമിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ്? നമുക്ക് നമുക്ക് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിയുന്നതും നേരത്തെ ഏത് ട്രീറ്റ്മെൻ്റ് ആണോ നമുക്ക് ഫസ്റ്റ്, നമുക്കിപ്പോൾ നമ്മുടെ ക്യാൻസർ ചികിത്സ എന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻസീവ് ആണ്. സർജറി, കീമോ, റേഡിയേഷൻ എല്ലാം കൂടെ കമ്പൈൻ ചെയ്താൽ വരിക. അപ്പോൾ പല രീതിയിലുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. അത് നമ്മൾ ആ ട്രീറ്റിംഗ് ടീമാണ് നിശ്ചയിക്കുക. ചിലപ്പം കീമോതെറാപ്പി ആയിരിക്കും ആദ്യം, ചിലപ്പോൾ സർജറി ആയിരിക്കും ആദ്യം, ചിലപ്പോൾ റേഡിയോതെറാപ്പി ആയിരിക്കും ആദ്യം. ഇതിങ്ങനെ സീക്വൻസ് മാറി മാറി വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വൺസ് ഡയഗ്നോസ് ചെയ്ത് സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ട്രീറ്റ്മെൻ്റ് ആണോ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, കീമോ ആണോ സർജറി ആണോ റേഡിയേഷൻ ആണോ വിച്ചവർ, അത് നമ്മൾ കഴിയുന്നതും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് അസുഖത്തിന് അസുഖമുക്തി അല്ലെങ്കിൽ രോഗം മാറാനായിട്ട് ഏറ്റവും നമ്മളെ സഹായിക്കും. ഒരു ഡിലേയും പാടില്ല.